ഹലോ ഫ്രണ്ട്സ്, അപ്പം തംബ്നെയിൽ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഗേൾസ് ഓൺലി ട്രിപ്പാണ്. പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് സുന്ദരപാണ്ഡ്യപുരമാണ്. അപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള സ്ഥലമായിരിക്കുമല്ലോ തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരം. അപ്പോൾ അവിടോട്ടുള്ള പോകുന്ന ഒരു യാത്രയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാ ഫ്രണ്ട്സ് ഒരു 5 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ട് ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ 2 പേര് വർക്ക് ചെയ്യണത് തിരുനെൽവേലിയിലാണ്. അപ്പോൾ എന്നീ വിചാരിച്ചു തിരുനെൽവേലിയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് വെച്ചിട്ട് ആ തിരുനെൽവേലിയിലോട്ട് പോകുന്ന വഴിക്ക് ട്രെയിനിൽ വെച്ചിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് ഫ്രണ്ട്സ്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് തിരുനെൽവേലിയിൽ മീറ്റ് ചെയ്യുകയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന വഴിയാണ്. തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു 1 അവർ ജേണി ഉണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണല്ലോ, കുറേ അധികം ഫോട്ടോസൊക്കെ എടുത്ത് ആൾ ഫോട്ടോ എടുത്തതാണ്. ഞാനത് വീഡിയോ ആക്കി, പക്ഷെ അവൾ അറിഞ്ഞിട്ടില്ല. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പം 1 അവർ പാവുചത്രം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉണ്ട് സുന്ദരപാണ്ഡ്യപുരത്ത്. അപ്പം ഞങ്ങൾ ട്രെയിനകത്ത് കയറി ഫുൾ അലമ്പായിരുന്നു. അതിനകത്ത് ഫുള്ള് ഡാൻസ് പാട്ടൊക്കെ ആയിട്ട് നമ്മളൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അവൾ മാത്രം റെഡി ആവാൻ ലേറ്റ് ആയതുകൊണ്ടിട്ട് ഫുഡ് കഴിച്ചില്ല. അപ്പം നമ്മൾ ആ ഒരു യാത്ര ഫുള്ള് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ ട്രെയിനകത്ത് ഫുള്ള് റീൽസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ട്രെയിനിൽ ആ ഒരു കോച്ചിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മളെ ആരും വഴക്ക് പറയാനൊന്നും വന്നില്ല. പിന്നെ നമ്മൾ പ്രീ പ്ലാൻഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് ട്രെയിനകത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ അന്നേരം തന്നെ റീൽസിൻ്റെ സ്റ്റെപ്പ് എടുക്കുന്നു, റീൽസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു 1 അവർ ജേണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പറഞ്ഞ പാവുചത്രം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. പിന്നെ അവിടുന്ന് ഓട്ടോയിലാണ് കേട്ടോ പിന്നെ യാത്ര തുടങ്ങുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഓട്ടോ വിളിച്ചാൽ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ മേടിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ടൈമിൽ ഒരാളോട് ചോദിച്ചപ്പോഴത്തേക്കും ആൾ കുറച്ച് പൈസ അധികമാണ് പറഞ്ഞത്. പിന്നെ നമ്മളൊന്നും പറയാൻ നിന്നില്ല. നമ്മൾ നേരെ കുറച്ച് നടന്നിട്ട് അവിടുന്ന് ഒരു ഓട്ടോ വിളിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം നമുക്ക് കിട്ടിയ ആ ഒരു ഓട്ടോ പയ്യനെന്ന് വെച്ചിട്ട് സൂപ്പർ വൈബായിരുന്നു കേട്ടോ. നമ്മൾ ആ ഓട്ടോയിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, ഒരു ഫുൾ ഓളയത്തിൽ പാട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഓട്ടോ പോകുന്ന വഴിയിലുള്ള ആൾക്കാരെല്ലാം നമ്മളെ തന്നെ നോക്കിയാണ്. കാരണം ഒരു വണ്ടി നിറയും കുറേ പെമ്പിള്ളാരും ഇത്ര സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ട് ഈ സുന്ദരപാണ്ഡ്യപുരത്ത് ഒരുപാട് സൂര്യകാന്തി പാടങ്ങളുണ്ട് കേട്ടോ. അപ്പം കുറച്ച് പൂക്കളുള്ളതും കൂടുതൽ പൂക്കളുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ അധികം പാടങ്ങളുണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് പോകുന്നവർക്ക് നമുക്കറിയത്തില്ലല്ലോ. അപ്പം ആദ്യം ഈ പയ്യൻ നമ്മളെ കൊണ്ടുപോയത് ഈ ഒരു പാടത്താണ് കേട്ടോ. അപ്പോൾ അവിടെയെന്ന് വെച്ചിട്ട് 20 രൂപ കൊടുത്തിട്ടാൽ നമ്മൾ സൂര്യകാന്തി പാടം ഫുള്ള് കാണണമെങ്കിൽ 20 രൂപ കൊടുക്കണം. അപ്പം അവൻ അവിടുത്തെ നിന്ന് ആളത്തൊക്കെ സംസാരിച്ചിട്ട് വേറെ ഇതിലും കുറേ അധികമുള്ള പൂക്കളുള്ള പാടത്ത് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വഴിയൊക്കെ ചോദിച്ചു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാണ് കണ്ട ആ ഒരു ചേട്ടൻ അവിടെ വെണ്ടയ്ക്ക പിച്ചിക്കൊണ്ട് നിന്നെയാണ്. അപ്പോൾ നമുക്കത് ഫുഡ് കഴിക്കാനായിട്ട് തന്നതാണ്. വെണ്ടയ്ക്ക കഴിക്കാൻ കിട്ടിയപ്പോഴത്തേക്കും സൂര്യകാന്തി പൂക്കൾ കണ്ട ആക്രാന്തത്തിൽ അവളുമാരെല്ലാം ഓടിപ്പോയി. അപ്പം ഈ ഒരു പാടത്തിലോട്ടാണ് നമ്മൾ വന്നത്. ഫുള്ള് കാറ്റൊക്കെയായിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അപ്പം നിങ്ങൾ ഒരു വട്ടം പോലും പോവാത്ത ആൾക്കാർ ഒരു വട്ടമെങ്കിലും ഇതൊന്ന് കാണാൻ പോകണം കേട്ടോ. ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു സീസൺ എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഡൗട്ട് അടിച്ചിട്ടാണ് പോയത്. കാരണം നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ ഫ്രണ്ട്സൊക്കെ മടിപ്പിച്ചു, അവിടെ സൂര്യകാന്തി ഒന്നും ഇല്ല, പൂക്കളെല്ലാം പിച്ചി തീർന്നെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്തതാണ്. പക്ഷേങ്കിൽ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എൻ്റെ പൊന്നോ, നമ്മൾ പോവാതിരുന്നായിരുന്നെങ്കിൽ അത്ര നഷ്ടമായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. അപ്പം കാണാൻ പറ്റുന്നവരൊന്ന് പോയി ഒരു വട്ടമെങ്കിലും പോയി കാണണം. ഇവിടെ നമ്മൾ പൈസയൊന്നും കൊടുത്തില്ല കേട്ടോ. ഇഷ്ടംപോലെ സമയം നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ നിന്ന് കാണാം, ഫോട്ടോയൊക്കെ എടുക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്ന് വെച്ചിട്ടാൽ നമ്മൾ ഈ സൂര്യകാന്തി പാടത്തോട്ട് നടന്ന് കയറുന്ന വഴിയൊക്കെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ചിട്ട് മറിഞ്ഞ് വീഴും. ഞങ്ങളവിടെ വീഴാത്ത ആരുമില്ല കേട്ടോ. എല്ലാവരും തെന്നി അടിച്ച് മറിഞ്ഞടിച്ചിട്ട് വീണ്. പിന്നെയെന്ന് വെച്ചിട്ടാൽ നമ്മൾ ചെന്ന ഒരു സമയമെന്ന് വെച്ചിട്ടാൽ വെയിലൊക്കെ ഒട്ടും വെയിലില്ലായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന് വെയിലുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ വെയിലൊന്നും ഇല്ലായിരുന്നു. ഒരു ചെറിയ മഴച്ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പാടമൊക്കെ കണ്ടിട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ ഞാൻ ഈ പനയോ
ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കണത്, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം അവളുമാരെന്ന് വെച്ചിട്ട് 2 പേര് പാലക്കാടുകാരാണ്. അപ്പോൾ ഇത് പാലക്കാട് കുറേയധികം കിട്ടുന്ന സാധനം ആയതുകൊണ്ടിട്ട് അവളുമാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചിട്ടാൽ നമ്മൾ ഈ പാടം കണ്ടിട്ട് പുറത്തിറങ്ങുന്ന സ്ഥലത്തെന്ന് വെച്ചിട്ടാൽ വെണ്ടയ്ക്ക, പിന്നെ ബീട്രൂട്ട്, തക്കാളി ഇതെല്ലാം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ. നല്ല വിലക്കുറവായിരുന്നു. 2 കിലോ തക്കാളിക്കൊക്കെ 35 രൂപ അങ്ങനെയൊക്കെ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ തക്കാളി, ബീട്രൂട്ടും പയറും ഒക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോകുന്നത്. അപ്പം പോയി ഓട്ടോയിൽ കയറിയിരുന്നപ്പം പയ്യൻ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു 15 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ കുറ്റാലമാണെന്ന്. അപ്പം നമ്മൾ വിചാരിച്ചു എന്നെങ്കിൽ പിന്നെ 15 കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ കുറ്റാലത്ത് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ അവനെ നമ്മളങ്ങ് സെറ്റാക്കി. ശരി, നമ്മളുടെ ഈ ഒരു ജേണി ഫുള്ള് നീ കൊണ്ട് കാണിച്ചു തന്നാൽ നമ്മൾ ഇത്ര പൈസ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇവൻ തന്നെ നമ്മളെ കൂടെ വന്ന് കൊണ്ട് കാണിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മൾ ചെന്നിറങ്ങിയപ്പോഴേ ചായയും പരിപ്പുവടയും ഉഴുന്നുവടയും അതും ഇതും എല്ലാം കുറേ കഴിച്ചു. എന്നിട്ട് നമ്മൾ കുറ്റാലത്തോട്ട് നമ്മൾ പോവാൻ വേണ്ടിയിട്ട് മുന്നേ പ്ലാനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുളിക്കണം എന്നുള്ള പ്ലാനൊന്നും ഇല്ലാതായിരുന്നു പോയത്. അതുകൊണ്ട് കുളിക്കാനും വെള്ളത്തിലിറങ്ങാനും ഒന്നും പറ്റിയില്ല. കാരണം ഞങ്ങൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് സുന്ദരപാണ്ഡ്യപുരം കണ്ടിട്ട് തിരിച്ചു വരാൻ പോയ ആൾക്കാരാണ്. പോയി ഞങ്ങൾ കുറ്റാലം വരെ എത്തി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അവിടെ കുറ്റാലത്ത് ആരെയും കയറ്റത്തില്ലെന്ന് മനസ്സിലായത്. കാരണം നല്ലതായിട്ട് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് കുളിക്കാനൊന്നും ആരെയും സമ്മതിച്ചില്ല. നമ്മൾ ദൂരെ നിന്നിട്ടാണ് കണ്ടത്. അപ്പം ആരും കുളിക്കാത്തതുകൊണ്ട് നമുക്കൊരു സമാധാനമായി. പിന്നെ ദേണ്ടെ കുറ്റാലത്തു നിന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാരൊക്കെ പുറത്ത് നിന്ന് പൈപ്പിൽ നിന്ന് വെള്ളം പിടിച്ച് കുളിക്കുകയൊക്കെ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു അവിടെ അമ്പലത്തിൽ കയറണമെങ്കിൽ പുറത്ത് നിന്ന് കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ വേണം അകത്ത് കയറാനാണെന്ന് തോന്നുന്നു. എന്തായാലും നമ്മളുടെ ഡ്രസ്സ് അമ്പലത്തിൽ കയറാൻ പറ്റുന്ന ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ടല്ല പോയത് കൊണ്ടിട്ട് പിന്നെ നമ്മൾ അമ്പലത്തിൽ കയറാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ അധികം റീൽസൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ആൻറ്റിമാരും കുറേ വയസ്സായ അങ്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ നിന്ന് വെറുതെ തുള്ളിച്ചാടുന്ന കണ്ടിട്ട് അവർ നമ്മളടുത്ത് വന്നിരുന്ന് കുറേ നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം മലയാളികളാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അവർ കുറേ നേരമൊക്കെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൾഡ് കുറ്റാലം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. സത്യത്തിൽ കുറ്റാലം എന്നല്ല പറയുന്നത്. ദേണ്ട് അവൾ കണ്ടില്ല, ഇവള് കാണാതാണ് ഞാൻ പല വീഡിയോസും എടുക്കുന്നത്. അപ്പോൾ സത്യത്തിൽ കുറ്റാലം എന്നല്ല കേട്ടോ പറയുന്നത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന സ്പെല്ലിംഗ് അല്ല കേട്ടോ അതിന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് മാങ്ങയൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മൾ ഓൾഡ് കുറ്റാലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഓൾഡ് കുറ്റാലത്തോട്ട് പോകുന്ന വഴിയെന്ന് വെച്ചിട്ട് അയ്യോ സൂപ്പറാണ്. കുറേ മലകളും കുന്നുകളും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പോകുന്നെങ്കിൽ ഇത് കൂട്ട് ഓട്ടോയിൽ തന്നെ പോകണം കേട്ടോ. എന്നാലേ അത്രയ്ക്ക് ആ ഒരു വൈബ് നമുക്കതൊരു കറക്റ്റായിട്ട് കിട്ടത്തോളെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഓൾഡ് കുറ്റാലത്ത് ചെന്നപ്പോൾ സത്യത്തിൽ അവിടെ കുളിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മൾ എന്ത് ചെയ്യാനാണ്, ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കുളിച്ചൊന്നുമില്ല. പിന്നെ അവിടെ താഴെ കുറച്ച് ഭാഗത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിൽക്കുകയൊക്കെ ചെയ്യാം. പിന്നെ അവിടെ നമ്മൾ കുറച്ച് നേരം നിന്ന് വെള്ളത്തിനകത്തും കുറേ റീൽസൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ റീൽസൊന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യാൻ നിന്നില്ല. കാരണം ഫുള്ള് റീൽസായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും അപ്ലോഡ് ചെയ്യാൻ നിന്നില്ല. പിന്നെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് നമ്മളെ കൊണ്ട് നടന്ന ആ ഓട്ടോ ഡ്രൈവർ. പിന്നെ അവൻ്റെ ഫോണൊക്കെ മേടിച്ച് നമ്മുടെ ചാനലൊക്കെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തു. ആൾ നല്ല കമ്പനി ആയിരുന്നു. ടാറ്റയൊക്കെ പറഞ്ഞു, ടാറ്റ ഓക്കെ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് തെങ്കാശിയിൽ വന്നിറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ തെങ്കാശി ജംഗ്ഷനിൽ നിന്നാണ് പിന്നെ നമ്മൾ തിരുനെൽവേലിക്ക് പോകുന്നത് കേട്ടോ. കാരണം തെങ്കാശി വരാൻ കാരണമെന്ന് വെച്ചിട്ടാൽ കുറ്റാലം വഴി കറങ്ങി വരുമ്പം നമുക്ക് തിരിച്ച് പിന്നെ പോകാൻ എളുപ്പം തെങ്കാശിയാണ്. പിന്നെ തിരുനെൽവേലിയിൽ തിരിച്ചെത്തിയിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ വിചാരിച്ചു തിരിച്ചു പോകാൻ എന്തായാലും നമുക്ക് നൈറ്റാണ് ട്രെയിൻ. അപ്പം ടൈം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പോത്തീസിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ചുമ്മാ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് അവിടുത്തെ സാരിയുടെ കളക്ഷൻ പറയാതിരിക്കാൻ വയ്യ. സൂപ്പർ കളക്ഷൻ ആയിരുന്നു. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും അമ്മമാർക്കൊക്കെ സാരിയൊക്കെ മേടിച്ചു. കണ്ടില്ലേ, പലതും ഇവളുമാർ അറിയാതെടുത്ത വീഡിയോസാണ് കേട്ടോ. മിക്കവാറും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവളുമാരെല്ലാവരും കൂടി എന്നെ പഞ്ഞിക്കിടുന്നതായിരിക്കും.
പിന്നെ വെസ്റ്റേൺ കളക്ഷനൊക്കെ നോക്കിയിട്ടൊന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. പിന്നെ കുറച്ചധികം പർച്ചേസിംഗ് ഒക്കെ അവിടെ തന്നെ ചെയ്തിട്ട് പിന്നെ പുറത്തിറങ്ങി ഫുഡൊക്കെ അടിച്ചു. പിന്നെ 11:15 എല്ലാവർക്കും തിരിച്ചു പോകാനുള്ള ട്രെയിന്. പിന്നെ എല്ലാവർക്കും പോകുന്നതിൻ്റെ വിഷമമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.